പോസ്റ്റ് കോവിഡിന് ശേഷം ഞാനൊക്കെ പലപ്പോഴും നമ്മുടെ സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കണ്ട സംഗതി, ഒരു 15 മിനിറ്റ് മാക്സിമം, അല്ലെങ്കിൽ 10 മിനിറ്റ്, അത് കഴിയുമ്പോഴേക്ക് കുട്ടികൾ ഡിസ്റ്റർബ്ഡായി. പിന്നെ ആ ടോപ്പിക്കിലേക്ക് കുട്ടീൻ്റെ ശ്രദ്ധ കിട്ടുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ ഓൺലൈൻ ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രസരിപ്പാണോ, അല്ലെങ്കിൽ കുട്ടികളുടെ ഇപ്പോൾ മൊബൈൽ ഫോണിലൂടെയൊക്കെ പഠിക്കുന്ന സമയത്ത് അവർക്ക് വിഷ്വൽ റീഡിങ് കിട്ടുന്നുണ്ട്, ഓഡിറ്ററി റീഡിങ് കിട്ടുന്നുണ്ട്, കിനസ്തെറ്റിക് കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു രീതിയിൽ വിഷ്വലൈസ് ചെയ്തിട്ട് അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ക്ലാസ് റൂം അറ്റൻഷനുകൾ, ഓഫ്ലൈൻ ക്ലാസ് റൂം അറ്റൻഷൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഒരു ആവറേജ് സ്റ്റുഡൻസിന് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിലൊരു കാര്യം? ഈ പോസ്റ്റ് കോവിഡ് എന്ന് സാർ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പോസ്റ്റും പ്രീയും നോക്കുകയാണെങ്കിൽ അവിടെ മെയിനായിട്ട് മാറ്റം വന്നിട്ടുള്ളത് ഫോൺ യൂസേജ് ആണ്. അതായത് കോവിഡ് വന്ന സമയത്ത് നമ്മൾ സ്ക്രീൻ കൊടുത്തു. അത് പലരും നമുക്ക് അതിനുള്ള ഫെസിലിറ്റി നമ്മളെ വീടുകളിൽ ഇല്ലാത്തതുകൊണ്ട് മോസ്റ്റ് ആളുകളും അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ഫോണാണ് കൊടുക്കുന്നത്. വളരെ ചുരുക്കം ആളുകളെ അത് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിൽ പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ഫോൺ തന്നെ മെയിനായിട്ട് വേണമെങ്കിൽ പറയാം. ഇത് കൊടുക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് ഇപ്പുറത്ത് നടക്കുന്നുണ്ടെങ്കിലും അപ്പുറത്ത് വേറെ പല പണികൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് സ്ക്രീൻ മൈനസ് ചെയ്ത് വെച്ചാലും അവരവിടെ കാണാം, ഇതൊക്കെ ഇപ്പുറത്ത് വേറെ വേണമെങ്കിൽ അവർക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഒന്ന് ഇരുന്നുള്ള ഒരു പരിചയം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവിടെ. നമ്മൾ ആ കോവിഡ് സമയത്ത് കൊടുക്കണം, കാരണം അത് നമ്മളെ കുട്ടികളെ എഡ്യൂക്കേഷനാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫോണ് തിരിച്ചു വാങ്ങി വെക്കാൻ പാരൻസ് മറന്നുപോയി എന്നുള്ളതാണ്. കാരണം പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഫോണിലാണ്. പക്ഷെ നമ്മൾ അതിനൊക്കെ ഒരു ടൈം ലിമിറ്റ് കൊടുക്കാതെ അവർ നോട്ട്സ് അതെ, അതുവരെ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്. പാരന്റ്സിന്റെ ഇടയിൽ കൂടിയിട്ടില്ലേ? ഉണ്ട്, ഒരുപാടുണ്ട്. എസ്പെഷ്യലി ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, ഇപ്പം നമ്മൾക്കൊരു 4ാം ക്ലാസ് വരെയുള്ള ഒരു പാരന്റ് ഒക്കെ ആണെങ്കിൽ ഒരു 40 വയസ്സിന് താഴെയായിരിക്കും അവരുടെ ഒരു പ്രായം. നമ്മളെ ഒരു പാരന്റ് എന്ന് പറയുന്നത്. ഈ പാരന്റ്സ് 40 വയസ്സിന് താഴെയുള്ള പാരന്റ്സിന്റെ മൊബൈൽ ഫോൺ യൂസേജ് ആവട്ടെ, അല്ലെങ്കിൽ സ്ക്രീൻ യൂസേജ് ആവട്ടെ, അത് ഏത് ആളുടെ ഫോൺ എടുത്ത് അതിന്റെ സെറ്റിങ്സ് നോക്കിയാലും ഏറ്റവും മിനിമം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കാണാൻ പറ്റും എന്നൊരു സംഗതി കാണാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് കുട്ടികളും മോചിതരല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് റൂം അറ്റൻഷൻ ഇൻക്രീസ് ചെയ്യാൻ നമുക്കുള്ള വഴികൾ എന്താ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ അവർ വിഷ്വലി കാണുമ്പോൾ അവരിങ്ങനെ ഭയങ്കര ആനിമേഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് കാണുമ്പോൾ അവരവിടെ അട്രാക്റ്റീവ് ആവുന്നുണ്ട്. അതുപോലെ നമുക്ക് ടീച്ചേഴ്സിന് അവരെ ശ്രദ്ധ കൊണ്ടുവരാനുള്ള, നമ്മൾ ചുമ്മാ ക്ലാസ് എടുക്കുന്നതല്ലാതെ ഉള്ള ആക്ടിവിറ്റീസ് അവിടെ കൊണ്ടുവരണം. അതായത് ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് വരെ നമ്മളെ കുട്ടികളുടെ ഒരു ആവറേജ് കോൺസെൻട്രേഷൻ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒന്നും എണീറ്റ് നിർത്താൻ ഒരു ആക്ടിവിറ്റി, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അവരവിടെ ചെയ്താൽ വീണ്ടും അവർ റിയാലിറ്റിയിലോട്ട് വരും കുട്ടികൾ. PPL പോലെയുള്ള പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്, അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, പോർട്ട്ഫോളിയോ ലേണിംഗ് എന്ന ഈ 21st സെഞ്ചുറിയിലെ ആ ഒരു പഠന രീതിയിലേക്ക് നമ്മുടെ ക്ലാസ് റൂമും മാറ്റണം എന്നുള്ളതായിരിക്കാം മാമിന്റെ ഒരു നിർദ്ദേശം. അതായത് ഇപ്പോൾ അരമണിക്കൂർ ഒരു പീരീഡ് ഉണ്ടാവും, ചിലപ്പോൾ അത്രയും നേരം കുട്ടികൾക്ക് അത് കേട്ടിരിക്കാൻ. അതെ, അപ്പൊ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് കേട്ടിരിക്കാൻ ചിലപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റുന്നുണ്ടാവില്ല. ഈ ഫോൺ യൂസേജിന്റെ ഒക്കെ കാരണം കൊണ്ട് എല്ലാവരുടെ അറ്റൻഷൻ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് അതിൻ്റെ ഇടയിൽ ഇപ്പം ഫുൾ ടൈം ഈ പ്രൊജക്റ്റ് അങ്ങനെ പോകണം എന്നുള്ളതല്ല, പക്ഷെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ലെവൽ ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ കുട്ടികൾ വീണ്ടും ഡെലിവറി അപ്പോൾ ഒരുപക്ഷെ ഈ ആക്ടിവിറ്റി ബേസ്ഡ് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും. അതിപ്പം എല്ലാ വിഷയത്തിലും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ ചിലപ്പോൾ ടീച്ചേഴ്സിന് ചെയ്ത് തന്നെ പഠിപ്പിക്കേണ്ടി വരും. പല ക്ലാസ്സുകളും ചെറിയ ക്ലാസ്സുകളിൽ അതൊക്കെ ഓക്കെ, പക്ഷെ വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ വലിയ കുട്ടികളാണെങ്കിലും ഈ അറ്റൻഷൻ്റെ പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.